നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 19/7/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 282, RSS 5 കിലോ 278, ISN 20 244, ലാറ്റക്സ് 60% 187 5 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 282, RSS 5 കിലോ 276. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 274, RSS 5 കിലോ 278. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 180, 60% DRC ഒട്ടുപാൽ കിലോ 135. കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 269, ലോട്ട് 244 മുതൽ 249 രൂപ. ഇന്നത്തെ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില നോക്കിയാലോ. ഗ്രേഡ് RSS 4 കിലോ 275, ഗ്രേഡ് RSS 5 കിലോ 270, ലൂസ് ഷീറ്റ് കിലോ 262, ലോട്ട് കിലോ 232. മുട്ടുപാൽ നോക്കുമ്പോൾ 153 മുതൽ 169 വരെയാണ് സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,135, ഒരു പവൻ 1,05,080. അതുപോലെ 24 ക്യാരറ്റ് 14,329, ഒരു പവൻ 1,14,632. അതുപോലെ 18 ക്യാരറ്റ് 10,747, ഒരു പവൻ 85,976. ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 70, ഒരു പവന് മുകളിൽ 560 രൂപയാണ് കൂടിയത്. തേങ്ങ നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 40 മുതൽ 52. കേരളത്തിൽ നിലവിൽ 1 കിലോ തേങ്ങയുടെ വിലയാണ് ഈ പറയുന്നത്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെറിയ വില വ്യത്യാസം വരും. കാരണം അവിടെ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജും മറ്റും കൂടുതൽ ആകുമ്പോൾ വില വ്യത്യാസപ്പെടും. കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് കിലോ 685 മുതൽ 695 വരെയാണ്. ഗാർബിൾഡ് കിലോ 695 മുതൽ 716 വരെയാണ്. ഇനി അങ്ങോട്ട് ഓണം സീസണാണ്. ഈ സമയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഇതിനിടയിൽ ജൂണിൽ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി കുറഞ്ഞത് നാളികേര കർഷകർക്ക് വളരെയേറെ ആശ്വാസമാകും. പാം ഓയിൽ, സൺഫ്ലവർ, സോയ എണ്ണകളുടെ ഇറക്കുമതി ഇടിവ് നേട്ടമാകാൻ കൊപ്രയാട്ട് വ്യവസായ മേഖലയും ശ്രമം നടത്തും. ഇപ്പോൾ കൊപ്രയ്ക്ക് ഇവിടെ പുറത്ത് 143 രൂപയാണ്. ദിവസങ്ങളെ അപേക്ഷിച്ചിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നാളികേരത്തിൻ്റെ വിലയും കൊപ്രയുടെ വിലയും മറ്റും. അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഇനിയും കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാളികേര കർഷകർ. മഴമേഘങ്ങൾ സജീവമായതോടുകൂടി കർഷകർക്ക് ഒരു ഉണർവ് ആണ്. ഇപ്പോൾ വളമിടുന്നതിനും മറ്റും ആവശ്യമായ വെള്ളം എല്ലാ സ്ഥലത്തും എത്തിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ നടന്ന മഴ പോലെ ഈ വർഷവും മഴ കിട്ടാതെ വന്നിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് മഴ കിട്ടട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.